ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താനായി സ്ഥാപിച്ച AI ക്യാമറകളുടെ പ്രവർത്തനം നിലച്ചെന്ന വാർത്തകൾ തള്ളി MVD. ക്യാമറകൾ റോഡിലെ നിയമലംഘനങ്ങൾ ചിത്രീകരിക്കുന്നുണ്ടെന്ന് MVD വ്യക്തമാക്കി. കെൽട്രോണിന് സർക്കാർ പണം നൽകാത്തതിനെ തുടർന്ന് റോഡിലെ AI ക്യാമറ സംവിധാനം നിർത്തിയെന്നും സർക്കാർ ഇതുവരെ പ്രശ്നപരിഹാരത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുമാണ് പ്രചാരണങ്ങൾ. എന്നാൽ AI ക്യാമറകൾ പ്രവർത്തിക്കുകയും ഗതാഗത നിയമലംഘനങ്ങൾ ചിത്രീകരിച്ച് ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. തടസ്സങ്ങൾ മാറുന്നതോടെ ഈ ഗതാഗത നിയമലംഘനങ്ങൾക്കും ചെല്ലാൻ നൽകുന്നതായിരിക്കുമെന്ന് MVD മുന്നറിയിപ്പ് നൽകി. ക്യാമറകളുടെ പ്രവർത്തനത്തിനുള്ള നെറ്റ് കണക്ഷൻ റദ്ദാക്കിയതാണ് മോട്ടോർ വാഹന വകുപ്പിന് പിഴ ഈടാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത്. അതേസമയം AI ക്യാമറയിൽ പകർത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും സെർവറിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതോടെ ഈ ചിത്രങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ കൺട്രോൾ റൂമിലേക്ക് എത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഓട്ടോ ഇലക്ട്രീഷ്യൻ തസ്തികയിൽ നിയമനം നടത്തുന്നു. ആകെ 2 ഒഴിവുകളാണുള്ളത്. SSLC പാസ്സായിരിക്കണം. കൂടാതെ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ ITI NTC യോഗ്യത ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയം ആവശ്യമാണ്. പരമാവധി 5 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. പദ്ധതിയുടെ ആവശ്യകതയും ഉദ്യോഗാർത്ഥിയുടെ പ്രവർത്തന മികവും അനുസരിച്ചായിരിക്കും കരാർ തുടരുക. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിലോ അതിന്റെ മറ്റ് യൂണിറ്റുകളിലോ പദ്ധതി കേന്ദ്രങ്ങളിലോ നിയമനം ലഭിക്കാം. ആവശ്യാനുസരണം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്കോ വിദേശ പദ്ധതികളിലേക്കോ സ്ഥലം മാറ്റവും ഉണ്ടായേക്കാം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 22 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വഴി കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ കടലാസിലൊതുങ്ങി. തുറമുഖത്തു നിന്ന് നേരിട്ടുള്ള വരുമാനം സംസ്ഥാനത്തിന് ലഭിച്ചു തുടങ്ങാൻ ഇനിയും 8 വർഷം കാത്തിരിക്കണം. വിഴിഞ്ഞം അനുബന്ധ വ്യവസായ വികസനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കും എന്നിരിക്കെയാണ് ഇതിനുള്ള ശ്രമങ്ങളെല്ലാം പെരുവഴിയിലായത്. അനുബന്ധ വ്യവസായത്തിന് ഭൂമി ഏറ്റെടുക്കാൻ 2 ഏജൻസികളെ ചുമതലപ്പെടുത്തിയിരുന്നു. കിൻഫ്ര 300 ഏക്കറും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് 700 ഏക്കറും കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ടെങ്കിലും 1 ഏക്കർ പോലും വാങ്ങിയില്ല. ഭൂമി ലഭ്യമല്ലാത്തതിനാൽ ഒരു കമ്പനി പോലും നിക്ഷേപം ഇറക്കിയിട്ടുമില്ല. അതേസമയം തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെന്റിനായി 1000-ലേറെ കപ്പലുകൾ എത്തിയ വകയിൽ അദാനി പോർട്സിന് 600 കോടിയാണ് വരുമാനം. എന്നാൽ സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിൽ 80 കോടി രൂപയിൽ താഴെയാണ് ലഭിച്ചത്. ഇതുവരെയുള്ള തുറമുഖ വികസനത്തിൽ ഏറ്റവുമധികം പണം മുടക്കിയത് സംസ്ഥാന സർക്കാരാണ്. അദാനി 2454 കോടി മുടക്കിയപ്പോൾ 5595.34 കോടിയാണ് സംസ്ഥാനത്തിന്റെ ചെലവ്. ഇതിൽ 3085 കോടി ഇതിനകം മുടക്കി. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി കേന്ദ്രം നൽകിയ 817 കോടി രൂപ സംസ്ഥാനത്തിന് വരുമാനം ലഭിച്ചു തുടങ്ങുമ്പോൾ തിരിച്ചടയ്ക്കണം എന്നാണ് വ്യവസ്ഥ. ഇത്രയധികം പണം മുടക്കുന്ന സംസ്ഥാന സർക്കാരിന് 2034 ആദ്യ വരുമാന വിഹിതം ലഭിക്കുക ഏകദേശം 13 കോടി രൂപ മാത്രമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ ചെറുകിട ആശുപത്രികളുടെ എണ്ണം കുറയുന്നു. 4 വർഷം കൊണ്ട് 1000-ലേറെ ആശുപത്രികൾ പൂട്ടിയെന്നും ചിലത് വൻകിട ആശുപത്രികളുമായി ലയിച്ചെന്നും റിപ്പോർട്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. സംസ്ഥാനത്തെ കിടക്കകൾ കുറഞ്ഞ ആശുപത്രികളുടെ എണ്ണം 4 വർഷം കൊണ്ട് 1000-ഓളം കുറഞ്ഞു. ചില ചെറുകിട ആശുപത്രികൾ പൂർണ്ണമായും പ്രവർത്തനം അവസാനിപ്പിച്ചു. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം വന്നതോടെ വ്യവസ്ഥകൾ പാലിക്കാൻ പ്രയാസപ്പെടുന്നതാണ് പൂട്ടലിന് ഒരു കാരണം. വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കൂടിയതോടെ അവയുമായി മത്സരിച്ചു പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്നതും കാരണമാണ്. ചില ചെറുകിട ആശുപത്രികൾ വൻകിട ആശുപത്രികളുമായി ലയിച്ചെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. നിലവിൽ ഉണ്ടായിരുന്ന വൻകിട ആശുപത്രികളിലേക്ക് വൻതോതിൽ വിദേശ നിക്ഷേപം ഒഴുകുന്നുണ്ട്. സഹകരണ മേഖലയിലുള്ളതും നടത്തി വിജയിച്ചവരുമായ 2ാം നിര ആശുപത്രികളും സംസ്ഥാനത്ത് പിടിച്ചു നിൽക്കുന്നുണ്ട്. അടുത്തിടെ വടക്കൻ കേരളത്തിൽ പനി പടർന്നപ്പോൾ വൻകിട ആശുപത്രികൾക്കൊപ്പം 2ാം നിര ആശുപത്രികളും കിടക്ക കിട്ടാത്ത സ്ഥിതിയുണ്ടായിരുന്നു. ക്യാഷ്ലെസ് ഇൻഷുറൻസ് പട്ടികയിൽ ചെറുകിട ആശുപത്രികൾ അധികമില്ലാത്തത് ഈ മേഖലയ്ക്കുള്ള മറ്റൊരു തിരിച്ചടിയായി. ചെറുകിട സ്വകാര്യ ആശുപത്രികളുടെ കുറവ് മൂലം സർക്കാർ മേഖലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. ചെറിയ അസുഖങ്ങൾക്ക് മുൻപ് ക്ലിനിക്കുകളെ ആശ്രയിച്ചിരുന്നവർ ഇപ്പോൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെയാണ് സമീപിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.